ഹായ്, ഇന്നൊരു ഉത്സവ വിശേഷമായാലോ? കുറച്ച് ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വെള്ളായണി ക്ഷേത്രത്തിലെ തിരുമുടി കേട്ടോ. അതായത് ഞങ്ങളുടെ വെള്ളായണി അമ്മ 3 വർഷം കൂടുമ്പോഴാണ് കേട്ടോ ദേവി 4 ദിക്കിലേക്കും പോകുന്നത്. 3 വർഷം കൂടുമ്പോഴാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നീണ്ടൊരു ഉത്സവമാണ്. 70 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് വെള്ളായണി ക്ഷേത്രത്തിലെ ഉത്സവം. കേരളത്തിൽ തന്നെ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വെള്ളായണി ക്ഷേത്രത്തിൽ ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം തന്നെയാണ്. അതായത് ഏകദേശം ഒരു 3 മാസം വരെയും ഉത്സവം തന്നെയാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ദേവി 4 ദിക്കിലേക്കും പോവുകയും പിന്നെ അവിടെ ചെന്ന് ദിക്കുബലി നടത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത്. ഇതിപ്പോൾ 3ാമത്തെ ദിക്കായ പാപ്പനംകോട് നടന്ന ദിക്കുബലിയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ദേവി ആ ദിക്കിലുള്ള വീടുകളിലേക്ക് നിറപറയ്ക്കായിട്ട് പോകുന്നു. അതാണ് ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ദേവിയെ സ്വീകരിക്കാനായിട്ട് അവിടെയുള്ള വീട്ടുകാർ നിറപറയൊരുക്കി കാത്തിരിക്കും. അതാണ് ഇതിൻ്റെ ഐതിഹ്യം. അപ്പോൾ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ തങ്കത്തിരുമുടിയാണ് ഇത്. ഏകദേശം 4.5 ഹൈറ്റ് ഉണ്ട് ഇതിന്. പിന്നെ ദേവിക്ക് പൂജ നടത്തുന്നത് ക്ഷേത്രത്തിൽ വാത്തിമാരാണ്. അപ്പോൾ വാത്തിമാർ തന്നെയാണ് ദേവിയെ തലയിലെടുക്കുന്നതും ദിക്ക് ബലിക്കായി പോകുന്നതും എല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ നാട്ടിലെ ഉത്സവവിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണൂ, ഞങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങൾ കാണാം, വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇനിയും വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.